മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസ് ചെയ്യുന്നത് സുവർണ ക്ഷേത്രമാണ്. ഏരിയ സെക്രട്ടറി ബിന്ദ്രംപാലയാണ്. ഈ പോലീസുകാർക്ക് എന്തിനാണ് ലാത്തി കൊടുത്തത്? എന്തിനാണ് അവന്റെ തലയിൽ തൊപ്പി വെച്ച് കൊടുത്തത്? അയാൾക്ക് 1 ഡസൻ കരിവള മേടിച്ചു കൊടുക്കണം കയ്യിലിട്ട് കിലുക്കാനായിട്ട്. അല്ലാതെ ഇയാളെ ഈ പണിക്ക് പറ്റൂല. പുള്ളി വേറെ വല്ല ഏർപ്പാടിന് പോട്ടെ. പോലീസ് ഉദ്യോഗസ്ഥരാണ്, IPS കാരനാണ്. അവന് IPS കൊടുത്താരാ? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ആദ്യം പിരിച്ചുകൊണ്ടത്. പോലീസ് സ്റ്റേഷനിൽ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാൻ ധൈര്യമില്ല. ഇതെന്താ സുവർണ ക്ഷേത്രമല്ലേ? ഇയാളെ ബിന്ദ്രംപാലയാണ്, ലോങ്കേവാളാണ്. ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നതാണ്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയെ സന്തോഷിച്ച ആളാണ് ഞാൻ. കാരണം അദ്ദേഹത്തിന് ഭരണപരിചയമുണ്ട്. നേരത്തെ മന്ത്രിയാണ്, നേരത്തെയും ആഭ്യന്തരമന്ത്രിയാണ്. ആഭ്യന്തര വകുപ്പിന് സ്വന്തമായിട്ട് പൂർണ്ണസമയം പ്രവർത്തിക്കുന്ന ഒരു മന്ത്രി ആവശ്യമുണ്ട്. ഞാനത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും അതിന് മുമ്പത്തെ സർക്കാരിന്റെ കാലത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ആഭ്യന്തരമന്ത്രിയുടെ എന്താ കാര്യമുള്ളത്? നിങ്ങൾ കേട്ടില്ലേ? രമേശ് ചെന്നിത്തലയൊക്കെ ആഭ്യന്തരമന്ത്രിയായിട്ട് വരണമെന്നൊക്കെ സന്തോഷിച്ച ആളുകൾ പോലും ആഭ്യന്തര വകുപ്പിനെ, പോലീസ് സംവിധാനത്തെ ശക്തമായ ഭാഷയിൽ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. നമ്മളൊക്കെ തിരഞ്ഞെടുപ്പ് സമയത്തെ വിളിച്ചു പറഞ്ഞതാണ്, ഇടതിന് പകരമായിട്ട് നമ്മുടെ കേരളത്തിലെ വലത് UDF അധികാരത്തിലെത്തിയാൽ ഇവിടെ ഒരു മാറ്റവും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. ഇവരൊക്കെ തന്നെ ഒരു കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമാണ്. LDFും UDF ഒക്കെ അതിന്റെ നേതാക്കന്മാരൊക്കെ കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമാണ്. നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ ഇവരൊക്കെ തന്നെ ഒരേ ടീമാണ്. ഇവർ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. അല്ലെങ്കിലും ഏരിയ കമ്മിറ്റി ഓഫീസിലൊക്കെ കയറാതിരിക്കുന്നത് തന്നെയല്ലേ? ഇതൊക്കെ സാമാന്യ ബോധമുള്ള സകല ആളുകൾക്കും അറിയാവുന്നതല്ലേ? രമേശ് ചെന്നിത്തല നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് കയറരുത്, അറസ്റ്റ് ചെയ്യരുത് എന്ന്. ഈ കേസ് ഏതാ? രാജ്യത്തെ പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസി ആയിട്ടുള്ള ED ആക്രമിച്ച കേസിൽ, ED ഉദ്യോഗസ്ഥന്മാരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പോലും ഓഫീസിലേക്ക് കയറി അറസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇതിലൂടെ UDFന്റെയും LDFന്റെയും കൂട്ടുകച്ചവടമല്ലേ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്? സകല ആളുകളും തിരിച്ചറിയും. ഈ ഒരു കൂട്ടുകച്ചവടത്തെ കുറിച്ച് K. സുരേന്ദ്രൻ ആഞ്ഞടിച്ച് ഈ രംഗത്തെത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയാം. ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് വളരെ വലിയ രീതിയിൽ UDF വന്നാൽ ഇവിടെ മാറ്റം ഉണ്ടാവുമെന്നോ രമേശ് ചെന്നിത്തല ഈ പറയുന്നത് പോലെയുള്ള നേതാക്കന്മാരെയൊക്കെ ആഗ്രഹിച്ച ആളുകൾക്കൊക്കെ തന്നെ ഫലം നിരാശയാണ് എന്നുള്ളത് UDF സർക്കാർ വന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേരളം തിരിച്ചറിഞ്ഞു എന്നുള്ളതും സകലരും തിരിച്ചറിയാ. മറ്റൊരാള് നമ്മുടെ പൂക്കി മുഖ്യൻ. എന്താണ് അവസ്ഥ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ED റെയ്ഡിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് സംസാരിച്ചിട്ട് എത്ര ദിവസമായി? AD സതീശൻ നിരന്തരം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് ഞാൻ എല്ലാത്തിനും മറുപടി തരുന്നില്ലേ, ഇതുപോലൊരു മുഖ്യനെ കണ്ടോ എന്നൊക്കെയായിരുന്നു. ഇപ്പൊ എന്തു പറയുന്നു? ആ മുഖ്യൻ ഇപ്പൊ മിണ്ടാട്ടമില്ല. നിങ്ങൾ കണ്ടില്ല കോപ്രായങ്ങൾ കാണിച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാ മിണ്ടാത്തത്? അതിന്റെയൊക്കെ വ്യക്തമായ ഉത്തരം K. സുരേന്ദ്രൻ രംഗത്തെത്തിയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു. വിജയന്റെ വീട്ടിലും മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും 12 സ്ഥലങ്ങളിലും ED പരിശോധന നടത്തുന്നു എന്നുള്ള കാര്യം പോലീസ് അറിഞ്ഞിട്ടും 7-8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അക്രമ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. ആ അക്രമ സംഭവങ്ങൾ അടിച്ചമർത്താൻ കർശനമായ നടപടി സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പിനും പോലീസിനും ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ വീഴ്ച മനഃപൂർവ്വമാണെന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. ഈ CMRL കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയവരിൽ UDFന്റെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കളുണ്ട്. അതുകൊണ്ട് ഈ കേസ് നേരാവണ്ണം നടക്കണം എന്നുള്ള ആഗ്രഹം UDFനും ഇല്ല എന്നുള്ളതാണ് സത്യം. ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. കരിമണൽ കാർത്തിയുടെ കയ്യിൽ നിന്ന് പിണറായി വിജയനെ പോലെ തന്നെ CPM നേതാക്കളെ പോലെ തന്നെ ഉന്നതരായിട്ടുള്ള പല UDF നേതാക്കളും കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്. എന്തിനാണ് അവർ വാങ്ങിയത്? നമ്മുടെ അമൂല്യമായിട്ടുള്ള ധാതുലോഹങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയി, കടത്തിക്കൊണ്ടുപോയി വിദേശത്ത് കൊണ്ടുപോയി വലിയ കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾക്ക് അവരുടെ പാരിതോഷികമായിട്ടാണ്, രാഷ്ട്രീയ സഹായം അവർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് വ്യവസായ വകുപ്പ് പോലുള്ള, ആഭ്യന്തര വകുപ്പ് പോലുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന പല ആളുകളും ഈ കമ്പനിക്ക് സഹായം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് വീണ വിജയനിലേക്കും പിണറായി വിജയനിലേക്കും പോകുമ്പോൾ അത് UDF VD സതീശൻ പിന്നെ പ്രധാനമന്ത്രിയെ കണ്ടു, ആഭ്യന്തരമന്ത്രിയെ കണ്ടു എന്നൊക്കെ ഇതൊക്കെ വെറും പറച്ചിലാണ്. ഈ കേസ് ശരിയായ നിലയിൽ തെളിയണമെന്ന് കേരളത്തിലെ UDFും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ കേട്ടില്ലേ?
കെ സുരേന്ദ്രൻ പറഞ്ഞത് തന്നെയാണ് വളരെ വലിയ യാഥാർത്ഥ്യോ. ലളിതമായിട്ട് ഏതൊരു സാധാരണക്കാരൻ ചിന്തിച്ചാലും ആ ഉത്തരത്തിലേക്കല്ല എത്തുക. നമ്മുടെ കേരളത്തിൽ അനധികൃതമായിട്ട് ഒരു കമ്പനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അതൊരു LDF മാത്രം പണം കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യല്ലേ. സ്വാഭാവികമായിട്ട് കരിമണൽ കർത്തയിൽ നിന്ന് UDF നേതാക്കന്മാരും കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ചിന്തിച്ചാൽ അത് ഉത്തരം ആ രീതിയിൽ തന്നെയായിരിക്കും കിട്ടുക. ഇനി അന്വേഷണങ്ങൾ നടക്കട്ടെ. കെ സുരേന്ദ്രൻ വ്യക്തമായിട്ട് പറയുന്നു, UDF നേതാക്കന്മാരും LDF ഇവരൊക്കെ തന്നെ തമ്മിൽ കൂട്ടുകച്ചവടാണ് നടക്കുന്നത്. അന്വേഷണങ്ങൾ ഇനിയും നടക്കട്ടെ. ഒരു വീണ വിജയനിലൊന്നും ഈ കേസ് ഒതുങ്ങാൻ പോകുന്നില്ല. ഇപ്പൊ വീണ വിജയനുമായി ബന്ധപ്പെട്ടാണ് രേഖകൾ, തെളിവുകൾ കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിലും അരിയാഹാരം കഴിക്കുന്ന സകല മലയാളികളും തിരിച്ചറിഞ്ഞില്ലേ, മാസം 5 ലക്ഷം രൂപ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് വരുന്നത് 3 ലക്ഷം. അതിനേക്കാൾ അപ്പുറം ഓർഡറുടെ പേരിലേക്ക് 5 ലക്ഷം മാസപ്പടിയായിട്ട് എത്തുക. അതിനവർ ചെയ്തു കൊടുത്ത സേവനം എന്താണ് എന്ന് ഇതുവരെ മലയാളികൾ അറിഞ്ഞിട്ടില്ല. അപ്പോ ഇത്തരത്തിലുള്ള ഒരു വലിയ രീതിയിൽ ഒരു കൊള്ള നടന്നു എന്നുള്ളത് സകല തെളിവുകൾ സഹിതം പുറത്തു വന്നിട്ടുള്ളതാ. ഈ പറയുന്ന പിണറായി വിജയന്റെ മകൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പണം വാങ്ങി എന്നുള്ളതൊക്കെ തെളിവ് സഹിതം പുറത്തു വന്നു. യഥാർത്ഥ ബോധമുള്ള CPM പ്രവർത്തകർ പോലും ഇപ്പൊ ഇതിനെ പിന്തുണയ്ക്കുന്നില്ല, പുച്ഛിച്ച് തള്ളുക. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ CPM പ്രവർത്തകർ പോലും ഇതിനെ പുച്ഛിച്ച് തള്ളുക. ഈ കൊള്ളക്ക് കൂട്ടുനിൽക്കില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നത്. ഇവിടെയാണ് പിണറായി വിജയനെയും കൂട്ടരെയും താങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ കാര്യങ്ങൾ പരമാവധി സൈഡിലൂടെ ചെയ്തു കൊടുക്കുന്നു. പാർട്ടി ഓഫീസിലേക്ക് കയറി ED ഉദ്യോഗസ്ഥർ, രാജ്യത്തെ പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസി ആയിട്ടുള്ള ആ ഉദ്യോഗസ്ഥന്മാരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ആളുകളെ പാർട്ടി ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാൻ പോലും നമ്മുടെ കേരളത്തിലെ ഇന്നത്തെ പോലീസ് സംവിധാനത്തിന് സാധിക്കുന്നില്ലെങ്കിൽ ഇത് വളരെ വ്യക്തമല്ലേ? ഇത് വളരെ വ്യക്തമാണ്. ഇവരുടെ കൂട്ടുകച്ചവടം, ആ കൂട്ടുകച്ചവടം ഉണ്ടായത് കൊണ്ടാണ് കടന്നു കയറി അങ്ങ് ആക്രമിച്ച് പോലീസ് സകലരെയും എടുത്ത് തൂക്കിയെടുത്ത് ഉള്ളിലടയ്ക്കാത്തത്. ഇതെന്താ സുവർണ ക്ഷേത്രമാണോ എന്നാ അഡ്വക്കേറ്റ് ജയശങ്കർ ചോദിക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ടുള്ള ചോദ്യം. എന്തുകൊണ്ട് കയറുന്നില്ല? അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ. കെ സുരേന്ദ്രൻ പറഞ്ഞ മറുപടി, ഇതൊരു കൂട്ടുകച്ചവടമാണ്. കരിമണൽ കർത്തയിൽ നിന്ന് പണം UDF നേതാക്കന്മാരും വാങ്ങിയെന്ന് കെ സുരേന്ദ്രൻ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോ വ്യക്തമായിട്ട് ഈ അഴിമതിക്കെതിരെ, കള്ളപ്പണത്തിനെതിരെ, ഈ തട്ടിപ്പിനെതിരെ BJP ലീഡേഴ്സ് മാത്രമാണ് രംഗത്തിറങ്ങുന്നത്. VD സതീശൻ ഇതുവരെ പിണറായി വിജയനെയും മകളെയും ഒന്ന് തള്ളിയിട്ടെങ്കിലും ഒരക്ഷരം മിണ്ടാൻ സാധിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട് അന്വേഷണം നടക്കണോ എന്ന് നിലവിളിച്ചിട്ട് വന്ന അന്വേഷണമല്ലേ? എന്നിട്ട് എന്താ ഈ സമയം വരെ ആയിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശന് ഒരു അക്ഷരം മിണ്ടാൻ സാധിക്കാത്തത്? കൂട്ടുകച്ചവടമാണ് ഇത്. കള്ളത്തരം ചെയ്തു വീണ വിജയനും ഈ പറയുന്ന രീതിയിൽ പണം വാങ്ങി എന്നുള്ളതൊക്കെ സകല മനുഷ്യരും അറിഞ്ഞു. ഇതിനെ ഒന്ന് തള്ളി പറയാൻ VD സതീശൻ രംഗത്ത് വരുന്നില്ല. ഇതാണ് മലയാളികൾ തിരിച്ചറിയേണ്ടത്. ഇവിടെ ഒരു കൂട്ടുകച്ചവടമാണ് നമ്മുടെ കേരളത്തിൽ നടത്തിക്കൊണ്ടൊരു ഇടതും വലതും നമ്മുടെ കേരളത്തിൽ കട്ടുമുടിക്കലും തട്ടിപ്പും കൂട്ടുകച്ചവടം തന്നെയാണ്. അതൊക്കെയല്ലേ നമ്മൾ ഇത്തരം സംഭവങ്ങളിലൂടെയൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത്.